നമസ്കാരം. MBA ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ 24-കാരി ക്ലാസ്മേറ്റിന്റെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. മാത്രമല്ല, കൊലപാതകത്തിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങൾ പ്രതി യുവതിയുടെ ഫോണിൽ നിന്ന് തന്നെ കോളേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചുവെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായ പീയൂഷ് ധനോഷിയ എന്ന യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇൻഡോറിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണ കൊലപാതകം നടന്നത്. വൈകിട്ട് ഒരു പാർട്ടിക്ക് പോകുന്നത് വീട്ടുകാരെ വിശ്വസിപ്പിച്ചു പോയ പെൺകുട്ടി തിരികെ എത്താതായതോടെയാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇതിനിടയിലാണ് കോളേജ് ഗ്രൂപ്പിൽ അതിദാരുണമായ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. യുവതിയുടെ മുഖം വ്യക്തമാക്കുന്ന വീഡിയോയിൽ തന്റെ മുഖം ഇമോജികൾ കൊണ്ട് മറച്ചുകൊണ്ടാണ് പ്രതി വീഡിയോ ഷെയർ ചെയ്തത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ്. കോളേജ് അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് യുവാവിന്റെ വാടക വീട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. പ്രതിക്കായി പോലീസ് ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. 24-കാരിയായ MBA വിദ്യാർത്ഥിയുടെ നഗ്നമായ മൃതദേഹം ക്ലാസ്മേറ്റിന്റെ വാടക മുറിയിലാണ് കണ്ടെത്തിയത്. യുവതിയുമായി ലൈംഗിക ബന്ധത്തിന് ശേഷം സുഹൃത്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ കൊലപാതകം നടത്തും മുൻപ് യുവതിയുമായുള്ള ശാരീരിക ബന്ധം നടത്തുന്ന ദൃശ്യങ്ങൾ യുവാവ് കോളേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നതായും പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇതിൽ യുവതിയുടെ മുഖം കൃത്യമായി കാണാമെങ്കിലും യുവാവിന്റെ മുഖം ഇമോജികൾ കൊണ്ട് മറച്ചിരുന്നതായും പോലീസ് പറയുന്നു. യുവതിയുടെ സുഹൃത്ത് തന്നെയാണ് ഈ വീഡിയോയിലുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. MBA ഒന്നാം വർഷ വിദ്യാർത്ഥിനി കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് പിതാവിനൊപ്പം ചില ആവശ്യങ്ങൾക്കായി പുറത്തുപോയത്. അന്നേ ദിവസം വൈകിട്ട് പാർട്ടി ഉണ്ടെന്ന് യുവതി കുടുംബത്തോട് പറഞ്ഞു. 11 മണിയോടെ തിരികെ എത്തുമെന്നും പറഞ്ഞു. എന്നാൽ യുവതി തിരിച്ചെത്തിയില്ലെന്ന് മാത്രമല്ല, അന്നാണ് കോളേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ശാരീരിക ബന്ധം പുലർത്തുന്ന ദൃശ്യങ്ങൾ യുവതിയുടെ മൊബൈലിൽ നിന്നും അയച്ചു കിട്ടിയത്. ഉടൻ തന്നെ കോളേജ് മാനേജ്മെന്റ് ഈ വീഡിയോ ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും യുവതിയുടെ പിതാവിനെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് പീയൂഷ് ധനോഷിയ എന്ന യുവാവുമായി യുവതിക്കുള്ള ബന്ധമടക്കം പിതാവിനെ അറിയിച്ചത്. ഇരുവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മാനേജ്മെന്റ് പിതാവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പിതാവും ബന്ധുക്കളും സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലെത്തി യുവതിയെ കാണാനില്ല എന്ന് കാട്ടി പരാതി നൽകി. പീയൂഷ് ധനോഷിയെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ താമസിക്കുന്ന വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. വെള്ളിയാഴ്ചയോടെ പീയൂഷ് താമസിക്കുന്ന മേഖലയിലെ താമസക്കാർ ദുർഗന്ധം വരുന്നതായി പരാതിപ്പെടുകയും അന്വേഷണം നടത്തുകയും ചെയ്തതോടെയാണ് യുവതിയുടെ നഗ്നമായ മൃതദേഹം കണ്ടെത്തിയത്. ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തിലെ സോക്സ് കണ്ടാണ് പിതാവ് യുവതിയെ തിരിച്ചറിഞ്ഞത്. മെഡിക്കൽ പരിശോധനയിൽ യുവതി 3 ദിവസം മുൻപ് കൊല്ലപ്പെട്ടുവെന്നാണ് വ്യക്തമായത്. മണ്ടോട്ട് സ്വദേശിയായ ധനോഷിയെ കണ്ടെത്തുവാനുള്ള തെരച്ചിലാണ് പോലീസ്. തന്റെ മകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയെന്നതാണ് പിതാവ് ആരോപിക്കുന്നത്. മകളുടെ മൊബൈലിലൂടെയാണ് അയാൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നും പിതാവ് പറയുന്നു. ധനോഷിയുടെ രീതികളെക്കുറിച്ച് യുവതി നേരത്തെ സഹോദരിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും പിതാവ് പറയുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രഥമ ദൃഷ്ട്യാ കൊലപാതകമാണെന്ന് തെളിഞ്ഞുവെന്നും പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കൃഷ്ണ ലാൽ ചന്ദാനി അറിയിച്ചു.